5000-ലധികം ഇനങ്ങളിൽപ്പെട്ട പൂച്ചെടികൾ, 139 ഇനങ്ങളിൽപ്പെട്ട സസ്തനികൾ, 508 ഇനങ്ങളിലുള്ള പക്ഷികൾ, 179 ഇനങ്ങളിലുള്ള ഉഭയജീവികൾ, ഇങ്ങനെ ജൈവ വൈവിധ്യം നിറഞ്ഞ മനോഹരമായ അമൂല്യമായ ഒരു ഇടമുണ്ട് നമുക്ക്. അതാണ് പശ്ചിമഘട്ടം. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരകൾക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഏകദേശം 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് പശ്ചിമഘട്ടം രൂപപ്പെട്ടത്. അന്ന് ദിനോസറുകളൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. ഇന്ത്യയുടെ പശ്ചിമഭാഗത്ത് ഉണ്ടായ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മഴയും വെയിലും കൊണ്ടുകിടന്ന ഈ ഭാഗമാണ് നമുക്ക് തുലനം ചെയ്യാനാകാത്ത വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയായി മാറിയത്. ചരിത്രാതീത കാലം മുതൽ തന്നെ പശ്ചിമഘട്ടത്തിൽ ജനവാസം ഉണ്ടായിരുന്നു. വളരെ പുരാതനമായ പല സംസ്കാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. ദ്രാവിഡരും ശതവാഹനരുമെല്ലാം ഇവിടെ വാസം ഉറപ്പിച്ചവരായിരുന്നു. മധ്യകാലഘട്ടത്തിൽ വാണിജ്യ വ്യവസായങ്ങളുടെ പ്രധാനപ്പെട്ട മാർഗവും കേന്ദ്രങ്ങളുമായി ഇത് മാറി. പാശ്ചാത്യരുടെ വരവോടെ സ്ഥിതിഗതികൾ മാറി. അവർ പശ്ചിമഘട്ടത്തെ അവരുടെ കോളനിയുടെ ഭാഗമാക്കി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അതോടെ പ്രകൃതി വിഭവങ്ങളുടെ പരമ്പരാഗത ജീവിതങ്ങളുടെയും ചൂഷണത്തിനുള്ള വലിയൊരു വേദിയായി പശ്ചിമഘട്ടം മാറി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇവിടെയുള്ള സസ്യജന്തു വൈവിധ്യങ്ങൾ അത്രയേറെയാണ്. സവിശേഷമായ ഭാഷ, സംസ്കാരം, പാരമ്പര്യങ്ങൾ എന്നിവയുള്ള നിരവധി ഗോത്ര സമൂഹങ്ങൾ പശ്ചിമഘട്ടത്തിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല നദികളും ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവയെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. നമ്മുടെ കാലാവസ്ഥയുടെ നിയന്ത്രണത്തിലും നിർണായകമായ സ്വാധീനം ഈ മലനിരകൾക്കുണ്ട്. ഇവിടുത്തെ മലകളും കാടുകളും ഒക്കെയാണ് മിതശീതോഷ്ണ കാലാവസ്ഥ, മഴ എന്നിവയെല്ലാം സ്വാധീനിക്കുന്നത്. അത്യാകർഷകമായ പ്രകൃതി ഭംഗി കൊണ്ടും സാംസ്കാരികവും ജൈവവൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ പശ്ചിമഘട്ടം ഒരു അമൂല്യ സമ്പത്താണ്. എന്നാൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് പശ്ചിമഘട്ടം നിലനിൽക്കുന്നത്. പ്രധാനമായും വനനശീകരണമാണ്. കൃഷി, വാസവസ്ഥലം, വ്യവസായം, നാഗരികത എന്നിവയ്ക്കെല്ലാം ഈ മലനിരകൾ ഏറെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇവിടുത്തെ ജൈവ സാന്നിധ്യത്തിൽ ഏറെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ അതിരുകവിഞ്ഞ ഇടപെടലുകൾ, മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. പരിധിക്ക് അപ്പുറമുള്ള ചൂഷണമാണ് പശ്ചിമഘട്ടം നേരിടുന്നത്. അനിയന്ത്രിതമായ ടൂറിസം വികസനവും ഇതിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അറുതിയില്ലാത്ത ആവശ്യങ്ങളുടെ പെരുമഴയിൽ പക്ഷേ നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറെ ദുരന്തം. ചുരുക്കം ചില പരിസ്ഥിതി പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ. മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി വിദഗ്ധൻ ഇതേക്കുറിച്ച് വിശാലമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. 2012 യുനെസ്കോ ലോക പൈതൃക സമ്പത്തായി പശ്ചിമഘട്ടത്തെ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയുടെയും മനുഷ്യരുടെ അതിരുവിട്ട വികസന മോഹങ്ങളുടെയും ഇരയായി പശ്ചിമഘട്ടം